എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് സെക്കൻഡ് വേൾഡ് വാറാണ്, രണ്ടാം ലോകമഹായുദ്ധം. അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ വരെ നമ്മൾ ചർച്ച ചെയ്തു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രൂപം കൊണ്ട സമാധാന സംഘടനയെക്കുറിച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധ ശേഷം ഇനി ഈ ലോകത്ത് മറ്റൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോക സമാധാന സംഘടന രൂപം കൊള്ളുകയുണ്ടായി. ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ there emerged a new peace organization in this world, and that organization is called United Nations Organization അഥവാ UNO, United Nations Organization. It is a world peace organization. You know very well, after the First World War, there emerged a world peace organization. That organization is called League of Nations. With the failure of the League of Nations, there emerged another war, that is the Second World War. By realizing the harmful effects of the Second World War, the world countries, the big powers of this world, they decided to organize a new peace organization, and it was named as UNO, United Nations Organization. This organization came into existence. ഈ സംഘടന നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 24. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 UN ദിനം ആയിട്ട് ഇന്നും നമ്മൾ ആചരിക്കുകയാണ്. 1945 ഒക്ടോബർ 24 is observed as a UN Day. ഈ സമാധാന സംഘടനയിൽ ധാരാളം ഘടകങ്ങളുണ്ട്. പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ് എന്നിങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങളും അതിൻ്റെ സബ് ഓർഗൻസ് ഒക്കെ ഉണ്ട്. അത് നിൽക്കട്ടെ. ഈ സംഘടന നിലവിൽ വന്നത് എന്തിനാണ്? ഇനിമേൽ ഈ ലോകത്ത് മറ്റൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ നമുക്കറിയാം, ഈ സംഘടനയ്ക്ക് ചില പരിമിതികളുണ്ട്. അത് നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. എനിവേ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UNO. ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് UNOയുടെ ആസ്ഥാനം. അമേരിക്കയിലെ ന്യൂയോർക്കാണ് UNOയുടെ ആസ്ഥാനം. ഇത്രയും മറക്കരുത്. UNO നിലവിൽ വന്ന വർഷം 1945. UN ദിനം ഒക്ടോബർ 24. UNOയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് UNOയുടെ ആസ്ഥാനം. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോളനീസ് ബിക്കം ഫ്രീ. ദാറ്റ് മീൻസ് കോളനികൾ സ്വതന്ത്രമാകുന്നു. നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം ഈ ലോകത്ത് വൻ നാശങ്ങൾ സൃഷ്ടിച്ചു. വൻ നാശനഷ്ടങ്ങൾ വിതച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ എല്ലാ കോളനികളും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ രണ്ടാം ലോക മഹായുദ്ധത്തിലെ പങ്കാളികളായി. അപ്പോഴേക്കും കോളനികൾക്ക് ഒരു കാര്യം വ്യക്തമായി: ഈ യൂറോപ്യൻ സാമ്രാജ്യ ശക്തികൾ നമ്മെ ശരിക്കും നശിപ്പിക്കുകയാണ്. സാമ്പത്തികമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി ഒക്കെ അവർ നമ്മെ നശിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് ഞങ്ങൾ തയ്യാറല്ല. സ്വാതന്ത്ര്യം. പിന്നെ കോളനികൾക്ക് ആവശ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിച്ചു. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ
ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയാർജിച്ചു, കരുത്താർജിച്ചു. അതിന് കാരണമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ ശേഷം ഉയർന്നു വന്ന രണ്ട് ലോകശക്തികൾ എന്ന് പറയുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ്. ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ കോളനികളുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, അതിന് ശക്തി പകർന്നു. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം നേടാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മളുടെ പഠിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ അനന്തരം കോളനികൾ സ്വതന്ത്രമാകുന്നു. എവിടെയൊക്കെയാണ്? ഏഷ്യയിലെ, ആഫ്രിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ ഒക്കെ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയത് രണ്ടാം ലോക മഹായുദ്ധ ശേഷമാണ്. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകർന്നത് രണ്ടാം ലോക മഹായുദ്ധ ശേഷം ഉയർന്നു വന്ന രണ്ട് വൻ ശക്തികളായ സോവിയറ്റ് യൂണിയനും അമേരിക്കയും പിന്തുണച്ചതുകൊണ്ടുകൂടെയാണ്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധ ശേഷം ഈ ലോകത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് ഉദാഹരണവും അതിൻ്റെ നേതാക്കളെയും നിങ്ങൾക്ക് പുസ്തകത്തിലൂടെ പരിചയപ്പെടാം. നോക്കൂ, ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയത് 1947 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ. അതേപോലെ തന്നെ ഘാന, ആഫ്രിക്കയിലെ ഘാന എന്ന രാജ്യം ഖോമി എൻഗ്രൂമയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം നേടി. അതേപോലെ തന്നെ കെനിയയിലെ ജോമോ കെനിയാത്തയുടെ നേതൃത്വത്തിൽ കെനിയ. അത്തരത്തിൽ ധാരാളം രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ചത് രണ്ടാം ലോക മഹായുദ്ധമാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധ ശേഷം യൂറോപ്യന്മാർക്ക് ഈ കോളനികളിൽ നിന്നും പിന്നെ ഭയങ്കരമായ എതിർപ്പുണ്ടായി. പിന്നെ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ കഴിയാതെയും പോയി. അത്തരത്തിൽ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോൾ ഈ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടുവാനും സഹായിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധ ശേഷം, ഈ ലോകത്ത് ഒരു ശീതസമരം, ഈ ലോകം ദർശിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ശീതസമരമാണ്, ശീതയുദ്ധമാണ്. കോൾഡ് വാർ എന്ന് പറയും ഇംഗ്ലീഷിൽ, കോൾഡ് വാർ. അതായത് after the Second World War, there emerged two world powers. On the one side, America and the supporters. On the other side, Soviet Union and her supporters. That means, after the Second World War, America, the capitalist country, tried to collect the support of the other capitalist thinkers of the world. On the other hand, Soviet Union tried to get the support of socialist thinkers of the world. In this circumstance, there emerged two blocks. There emerged two blocks in this world. That is a capitalist bloc and a socialist bloc. അങ്ങനെയാണ് രാജ്യത്ത് രണ്ട് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. ഈ ലോകം രണ്ട് ബ്ലോക്കുകളായി മാറി. അമേരിക്കയെ അനുകൂലിക്കുന്ന മുതലാളിത്ത രാജ്യങ്ങൾ ഒരു ചേരിയിലും സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മറുചേരിയിലുമായി മാറിയ ഒരു സാഹചര്യം, ഒരു സ്ഥിതിവിശേഷവും രണ്ടാം ലോക മഹായുദ്ധശേഷം ഉണ്ടായി. ആ സമയത്താണ് ഈ എനിമിറ്റിയെ, ഈ രണ്ടുപേരും തമ്മിലുള്ള എനിമിറ്റിക്കിടയിൽ ഇവർ കൂടുതൽ രാജ്യങ്ങളെ അവരുടെ പക്ഷത്തേക്ക് ചേർക്കാൻ ശ്രമിക്കുമ്പോഴാണ് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പുതിയ നിലപാടുകൾ കൈക്കൊണ്ടത്. അവർക്കിടയിൽ പുതിയ നിലപാടുകളുണ്ടായി. രണ്ട് ചേരിയിലും ചേരാത്ത ഒരു നയം സ്വീകരിക്കുവാൻ പല രാജ്യങ്ങളും തയ്യാറായി മുന്നോട്ട് വന്നു. അത്തരത്തിൽ സ്വീകരിച്ച നയത്തെയാണ് നോൺ അലൈഡ് മൂവ്മെൻറ്റ് അഥവാ ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നോക്കൂ, അമേരിക്കൻ ചേരിയിലോ പിന്നെയോ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലോ ചേരാതെ സ്വതന്ത്രമായ നിഷ്പക്ഷമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ ഒട്ടുമിക്ക
പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളും തയ്യാറായി രംഗത്ത് വന്നു. അങ്ങനെ അത്തരത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനമെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, 2 ബ്ലോക്കുകൾ ആയി ലോകം തിരിഞ്ഞപ്പോൾ അവർ പുതിയ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവെച്ചു. അവരുടെ ചേരികളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവർ സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ പുതിയ സൈനിക ഉടമ്പടികൾ രൂപീകരിച്ചു. അത്തരത്തിൽ രൂപം കൊണ്ട സൈനിക ഉടമ്പടികളാണ് നേറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ പാക്റ്റ്. 2ാം ലോക മഹായുദ്ധശേഷം നിലവിൽ വന്ന പ്രധാനപ്പെട്ട 4 സൈനിക ക്യാമ്പുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ 4 സൈനിക ഉടമ്പടികൾ എന്ന് പറയാം. നേറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ പാക്റ്റ്. ഏതൊക്കെയാണ്? നേറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ പാക്റ്റ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നേറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നേറ്റോ. ഇറ്റ് വാസ് ഫോംഡ് ബൈ അമേരിക്ക ആൻഡ് ഹെർ അലൈസ്. അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് നേറ്റോ. സൈനിക ഉടമ്പടിയാണ് എന്ന് പറയുമ്പോൾ എതിർ ചേരിക്കെതിരെ അവർ രൂപീകരിച്ച സൈനിക സഖ്യം നേറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആരാ ഫോം ചെയ്ത്? അമേരിക്ക ആൻഡ് ഹെർ അലൈസ്, അമേരിക്കയും സഖ്യരാജ്യങ്ങളും. സീറ്റോ, സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് ആൾസോ ഫോംഡ് ബൈ അമേരിക്ക ആൻഡ് ഹെർ അലൈസ്. അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച മറ്റൊരു സൈനിക ഉടമ്പടിയാണ് സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചതാണ്. The next one, സെൻറ്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് ആൾസോ ഫോംഡ് ബൈ അമേരിക്ക ആൻഡ് ഹെർ അലൈസ്. അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച 3 സൈനിക സംഘടനകൾ, സൈനിക ഉടമ്പടികൾ. ഏതൊക്കെ? ഒന്നുകൂടെ, നേറ്റോ, സീറ്റോ, സെൻറ്റോ. NATO means North Atlantic Treaty Organization, CETO means South East Asian Treaty Organization, CENTO means Central Treaty Organization. These 3 organizations are formed by America and her allies. On the other hand, Soviet Union and her allies formed Warsaw Pact. വാഴ്സാ പാക്റ്റിൻ്റെ സ്ഥാപകർ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ സഖ്യരാജ്യങ്ങളുമാണ്. അപ്പോൾ ഈ 4 സൈനിക ഉടമ്പടികളും പഠിച്ചോളണം, മറക്കരുത്, പുസ്തകം വായിച്ചോളണം. നേറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ പാക്റ്റ്. നേറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻറ്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, വാഴ്സാ പാക്റ്റ്. വാഴ്സാ പാക്റ്റ് മാത്രമാണ് ഇതിൽ സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ സഖ്യരാജ്യങ്ങളും ചേർന്ന് ഫോം ചെയ്തു. ഇത്തരത്തിലുള്ള സൈനിക ഉടമ്പടികൾ രൂപീകരിക്കപ്പെട്ടപ്പോഴാണ് പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ സഖ്യത്തിന്, ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അത്തരത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനത്തെയാണ് ചേരിചേരാ പ്രസ്ഥാനമെന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനം, ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. ഒരു ചേരിയിലും ചേരാത്ത പ്രസ്ഥാനം. അമേരിക്ക എന്ന ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലോ സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് ബ്ലോക്കിലോ ചേരാത്ത, സ്വതന്ത്രമായ നിഷ്പക്ഷമായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, ഈ ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാൻ വേണ്ടി നിലകൊണ്ട അംഗരാജ്യങ്ങളാണ് അതിനകത്തുള്ളത്. ആ നോൺ അലൈഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു വിഷയമുണ്ടാകുമ്പോൾ, മനസ്സിലാക്കണം എന്താണ് ചേരിചേരാ പ്രസ്ഥാനം. ഈ ലോകത്തൊരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ പരിഹാരത്തിന് ഒരു ചേരിയുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായ നിലപാട് കൈക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ആ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളെയാണ്, അതിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് നിങ്ങളെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. നോക്കണം, ആ ചേരിചേരാ പ്രസ്ഥാനത്തിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ചേരിചേരാ പ്രസ്ഥാനത്തിലെ ഇന്ത്യയുടെ വക്താവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെയാൾ
അബ്ദുൽ നാസർ, ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്തുകാരനായ ഗമാൽ അബ്ദുൽ നാസർ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവായിരുന്നു ഗമാൽ അബ്ദുൽ നാസർ. മൂന്നാമത് നോക്കൂ, ആരാണ്? മാർഷൽ ടിറ്റോ, യുഗോസ്ലോവിയയിലെ പ്രസിഡൻ്റായിരുന്ന മാർഷൽ ടിറ്റോ, അദ്ദേഹവും ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ വക്താവായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യക്കാരനായ അഹമ്മദ് സുകാർണോ. ഈ നേതാക്കളാണ് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്കണേ, ന്യൂട്രാലിറ്റി അഥവാ നിഷ്പക്ഷത കൈക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരികയും നമ്മുടെ ബെൽഗ്രേഡ്, ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ കൂടിയാലോചന നടക്കുന്ന സ്ഥലം, 2 സ്ഥലങ്ങൾ ഞാൻ പറയും, ഓർമ്മിച്ചോളണം. ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കൂടിയാലോചന മീറ്റിംഗ് നടക്കുന്നത് 1955 ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിലാണ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി നോൺ അലൈഡ് കൺട്രീസിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങാണ്. എന്നാൽ ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് ദി നോൺ അലൈഡ് മൂവ്മെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ ബെൽഗ്രേഡ് 1961 ബെൽഗ്രേഡിലാണ് നോൺ അലൈഡ് കൺട്രീസിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ്. എന്നാൽ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ബന്ദൂങ്ങിലാണ്. അത് 1955, ഇത് 1961. ഇതിന് നേതൃത്വം കൊടുത്ത രാജ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. 1 ഇന്ത്യ, 2 ഈജിപ്റ്റ്, യുഗോസ്ലോവിയ, ഇന്തോനേഷ്യ. ഇന്ത്യയിലെ അന്നത്തെ നേതാവെന്ന് പറയുന്നത്, ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസായ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫേമസായ ഡിസിഷൻസ് ആണ് ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് സഹായിച്ചത്. അത്തരത്തിൽ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് മൂന്നാമതൊരു യുദ്ധത്തിലേക്ക് സോഷ്യലിസ്റ്റ് ബ്ലോക്കിനെയോ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിനെയോ പ്രേരിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ അതിലേക്ക് വേണ്ടി അവർക്ക് ഒരു കളം ഒരുക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ശക്തമായി നിലകൊള്ളുന്നത്. ഇന്നും ഈ പ്രസ്ഥാനം കരുത്തോടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നോക്ക്, രണ്ടാം ലോക മഹായുദ്ധശേഷം ഇനി ഈ ലോകത്തൊരു യുദ്ധമുണ്ടാകാതിരിക്കാൻ വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് UNO. ആ UNOയിൽ ഇന്ത്യ അംഗമാണ്. 1945 UNO ഫോം ചെയ്യുന്നത്. അതേ വർഷം തന്നെ ഇന്ത്യ അംഗമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വ നിരയിലും ഇന്ത്യയുണ്ട്. അങ്ങനെ ലോക സമാധാനം സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യം, ഒരു കാലത്ത് ബ്രിട്ടൻ്റെ സൂര്യനസ്തമിക്കാത്ത രാജ്യമായ ബ്രിട്ടൻ്റെ അടിമയായി വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ ഭാരതം ഇന്ന് ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ അംഗമായിക്കൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടുന്ന ഗണ്യമായ സംഭാവനകൾ നൽകി വരുന്നുണ്ട്. ഇനി ആ കാലഘട്ടത്തിൽ മറ്റ് ലിബറേഷൻ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യും. ഇനി ഈ സമയത്ത് ഇത്രയും കാലം വളരെ പ്രയാസപ്പെട്ട് സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും അതിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യ മഹാരാജ്യം 1947 സ്വാതന്ത്ര്യം നേടിയ ശേഷം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് വളരെയേറെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അന്ന് ഇന്ത്യയിലുണ്ടായ ധാരാളം വരുന്ന വെല്ലുവിളികളെ നേരിടുകയും ഒപ്പം ഈ രാജ്യത്ത് സമാധാനവും ഈ ലോകത്ത് സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനും ഇന്ത്യ ശ്രമിക്കുന്നു. മറുഭാഗത്താണെങ്കിലോ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കുകൾ, പിന്നെയോ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ഇവരൊക്കെ തന്നെ അവരുടെ ചേരിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഈ 2 ബ്ലോക്കുകളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്തു. പക്ഷേ അവർ തമ്മിലുള്ള കിടമത്സരത്തിൻ്റെ ഫലമായിട്ട് അതിൽ ഒരു രാജ്യത്തിന് തകർച്ചയുണ്ടായി. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഈ മത്സരത്തിനിടയിൽ സോവിയറ്റ് യൂണിയന്
പതനം സംഭവിച്ചു. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെക്കുറിച്ചാണ്. ഡിസ്ഇൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ പതനമാണ്. രണ്ടാം ലോക മഹായുദ്ധ ശേഷം വൻ ശക്തിയായി മാറിയ സോവിയറ്റ് യൂണിയൻ, എല്ലാ രംഗത്തും അധികായന്മാരായി മാറിയ സോവിയറ്റ് യൂണിയന് ഒരു കാലഘട്ടം മാത്രമേ ആ ഉയർച്ചയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞുള്ളൂ. 1980കളിൽ 1980കളിൽ 90കളിലൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ അതിഭയങ്കരമായ തകർച്ച അത് ഈ ലോകത്തിൻ്റെ ഒരു പരിധിവരെ ഈ ലോകത്തിൻ്റെ സന്തുലിത അവസ്ഥയെ തന്നെ ബാധിച്ചു എന്നതാണ് സത്യാവസ്ഥ. ഡിസിൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ പതനം ഒരുപക്ഷെ ഈ ലോകത്ത് ഒരേ ഒരു ശാക്തിക ചേരിക്ക് വഴിതെളിച്ചത് അമേരിക്ക എന്ന വൻ ശക്തിയെ ഈ ലോകത്ത് ഉയർന്നു വരുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഡിസിൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ പതനമാണ്. വാട്ട് ആർ ദ കാസസ് ബിഹൈൻഡ് ദ ഡിസിൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? പരീക്ഷയ്ക്ക് പ്രധാനമാണ്. വാട്ട് ആർ ദി കാസസ് ബിഹൈൻഡ് ദ ഡിസിൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? ധാരാളം കാരണങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് നമുക്കിവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. അവസാന കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ അവസാന നാളുകളിൽ, ഞാൻ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ്റെ അവസാന നാളെന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിൻ്റെ അവസാന നാളുകളിൽ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ചില ഭരണാധികാരികൾ വ്യതിചലിച്ചു. കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ക്രമേണ അവർ വ്യതിചലിച്ചു പോയി. ആ ആശയങ്ങൾക്ക് പ്രാമുഖ്യം നൽകാതെ പോയതാണ് ആ തകർച്ചയ്ക്ക് പിന്നിൽ. ഒന്നാമത്തെ ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ, സ്ഥിതിസമത്വ ആശയങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. രണ്ട്, ഫെയിലുവർ ഇൻ ബ്രിങ്ങിങ് എബൌട്ട് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടർ. ഫെയിലുവർ ഇൻ ബ്രിങ്ങിങ് എബൌട്ട് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടർ. സാമ്പത്തിക രംഗത്തുള്ള, ഇക്കണോമിക് സെക്ടറിലുള്ള മാറ്റങ്ങൾക്ക് സാമ്പത്തിക രംഗത്തെ വിധേയമാക്കാൻ കഴിയാതെ പോയത്. സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്, ഉൾക്കൊള്ളുന്നതിൽ പരാജയപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻ്റഗ്രേഷന് കാരണമായി. നോക്കൂ, ഒന്ന്, ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. രണ്ട്, ഫെയിലുവർ ഇൻ ബ്രിങ്ങിങ് എബൌട്ട് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടർ. കാലാനുഗതമായ മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്ത് കൊണ്ടുവരുന്നതിൽ ആ രാഷ്ട്രം പരാജയപ്പെട്ടു. അത് സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻ്റഗ്രേഷന് കാരണമായി. മൂന്ന്, ഓവർ ഇമ്പോർട്ടൻസ് ടു ഡിഫൻസ്. അമേരിക്കയെ മത്സരിക്കുവാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും അങ്ങനെയാണ്. ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തു ഡിഫൻസിന്, പ്രതിരോധത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകി. എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ വാരിക്കൂട്ടുന്നതിൽ, പുതുതായ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ, അതിലേക്ക് വേണ്ടി ഡിഫൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി, പ്രതിരോധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അളവറ്റ പണം അവർ ചെലവഴിച്ചു. ഓവർ ഇമ്പോർട്ടൻസ് ടു ഡിഫൻസ്. പ്രതിരോധ സേനയ്ക്ക് അല്ലെങ്കിൽ പ്രതിരോധ കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകി. മൂന്നാമത്തെ കാരണമാണ്. ഒന്ന്, ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. രണ്ട്, ഫെയിലുവർ ഇൻ ബ്രിങ്ങിങ് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടർ. മൂന്ന്, ഓവർ ഇമ്പോർട്ടൻസ് ടു ഡിഫൻസ്. നാല്, റെഗുലേഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഒപ്പീനിയൻ. റെഗുലേഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഒപ്പീനിയൻ. അഭിപ്രായം പ്രകടിപ്പിക്കുവാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യം, അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. റെഗുലേഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഒപ്പീനിയൻ. അഭിപ്രായ പ്രകടനത്തിനും അഭിപ്രായം പറയുവാനുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ദെൻ കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി.
ആ കാലഘട്ടത്തിലെ ബ്യൂറോക്രസിയുടെ കറപ്ഷനും ഇന്നെഫിഷ്യൻസിയും ഉദ്യോഗസ്ഥ മേധാവികളുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അഴിമതിയും കഴിവുകേടും സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമായി. കറപ്ഷൻ ആൻഡ് ഇന്നെഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അഴിമതിയും കഴിവില്ലായ്മയും സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് കാരണമായി. The administrative measures of Mikhail Gorbachev, another important reason for the disintegration of Soviet Union was what? The administrative measures of Mikhail Gorbachev. അവസാനമായി സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വന്ന മിഖായിൽ ഗോർബച്ചേവ് എന്ന ഭരണാധികാരിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ഭരണ നടപടികളാണ് ആ രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായി. That means he introduced the two administrative system in Soviet Union. That system is generally called Glasnost and Perestroika. Mikhail Gorbachev, the then ruler of Soviet Union, introduced the two administrative reforms in Soviet Union. That is Glasnost and Perestroika. Glasnost എന്ന പേരിലും പെരിസ്ട്രോയിക്ക എന്ന പേരിലും രണ്ട് ഭരണപരിഷ്കാരങ്ങൾ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഗ്ലാസ്നോയിസ്റ്റ് മീൻസ് ഓപ്പൺനെസ്, പെരിസ്ട്രോയിക്ക മീൻസ് റീസ്ട്രക്ചറിങ്. ഗ്ലാസ്നോയിസ്റ്റ് മീൻസ് ഓപ്പൺനെസ്, പെരിസ്ട്രോയിക്ക മീൻസ് റീസ്ട്രക്ചറിങ്. തുറന്ന സമീപനവും പുനർവിചിന്തനവും. തുറന്ന സമീപനവും പുനർവിചിന്തനവും എന്ന രണ്ട് ആശയങ്ങൾ, ഭരണ പരിഷ്കാര ആശയങ്ങൾ മുന്നോട്ട് വച്ചത് മിഖായേൽ ഗോർബച്ചേവാണ്. നിങ്ങൾക്കെന്ത് അഭിപ്രായമുണ്ടെങ്കിലും തുറന്നു പറയാം. നേരത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിട്ടു. ദർ വാസ് റെഗുലേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ, freedom of opinion and expression. But Mikhail Gorbachev, he introduced the two administrative reforms in Soviet Union. Glasnost and Perestroika. Glasnost means restructuring. Sorry, Glasnost means openness. Perestroika means restructuring. തുറന്ന സമീപനം. ഓപ്പൺനെസ് മീൻസ് തുറന്ന സമീപനം, എന്തും തുറന്നു പറയുവാനുള്ള, എന്തും തുറന്നു കാട്ടുവാനുള്ള സ്വാതന്ത്ര്യം. ആൻഡ് റീസ്ട്രക്ചറിങ്, പുനർവിചിന്തനം. നിങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയോട് എന്തെങ്കിലും വൈമുഖ്യമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തള്ളിപ്പറയാം. നിങ്ങളുടെ പുതിയ ചിന്താഗതികളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, നിങ്ങളുടെ തുറന്ന സമീപനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ജനങ്ങൾ സോവിയറ്റ് യൂണിയൻ എന്ന ആ രാഷ്ട്രത്തിനെതിരെ ചിന്തിച്ചു, ആ ഭരണകൂടത്തിനെതിരെ ചിന്തിച്ചു. അവർ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഞങ്ങൾ സോവിയറ്റുകൾക്ക് സ്വാതന്ത്ര്യം വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. സോവിയറ്റുകൾക്ക് സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ പരമാധികാരം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എല്ലാ സെക്ടറിലും, നിങ്ങൾക്കറിയാം, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഏതാണ് ഈ സോവിയറ്റുകൾ? പണ്ട് സാർ ചക്രവർത്തിമാർക്കെതിരെ സമരം ചെയ്യുവാൻ വേണ്ടി സംഘടിച്ച പ്രസ്ഥാനങ്ങളാണ്. ഓരോ പ്രദേശങ്ങളിൽ സംഘടിച്ച വലിയ പ്രസ്ഥാനമാണ്. ആ പ്രദേശങ്ങളാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും. അങ്ങനെ അവരെന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ റഷ്യ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു, റഷ്യയുടെ പരമാധികാരത്തെ ഇനി അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഈ എല്ലാ സോവിയറ്റുകൾക്കും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് പരമാധികാരം വേണം, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ട്, നമുക്ക് സ്വയം ഭരിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നാവശ്യപ്പെടുകയും റഷ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ സോവിയറ്റുകൾ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. 1991 മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണശേഷം സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. 1991 മിഖായേൽ ഗോർബച്ചേവിന് അധികാരം നഷ്ടപ്പെടുന്നു. അതോടുകൂടി റഷ്യ വിട്ട് 14 സോവിയറ്റുകളും റഷ്യ വിട്ടു പോയി. റഷ്യ ഉൾപ്പെടെ 15 സോവിയറ്റുകളുടെ ഒരു യൂണിയനാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. കൂടെ നിന്ന 14 സോവിയറ്റുകളും സ്വാതന്ത്ര്യം നേടിപ്പോയി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന ആ വൻ ശക്തി,
അമേരിക്കയ്ക്കെതിരെ നിലകൊണ്ട വൻ ശക്തിയുടെ പതനമാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നോക്കൂ, വാട്ട് ആർ ദ കാസസ് ബിഹൈൻഡ് ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? എന്തൊക്കെയാണ്? ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം, ഫെയിലുവർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് സെക്ടർ, പിന്നെ ഓവർ ഇമ്പോർട്ടൻസ് ടു ഡിഫൻസ്, റെഗുലേഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഒപ്പീനിയൻ, കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായിൽ Gorbachev called glasnost and perestroika. Glasnost means openness, perestroika means restructuring. തുറന്ന സമീപനവും പുനർവിചിന്തനവും. ഇത്രയുമാണ് സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷനിലെ മെയിനായ റീസൺസ്. ഇത്രയും നിങ്ങൾ പുസ്തകം വായിക്കുക, ഭംഗിയായി വായിക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും സൂം മീറ്റിങ്ങിൽ ചോദിക്കുക. എല്ലാവർക്കും നമസ്കാരം.